സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ലോകം കണ്ട മാർപ്പാപ്പമാരിൽ ഏറ്റവും ജനകീയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞു, ദൈവകരങ്ങളിലേക്ക് സ്വീകരിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ വികാരിമാരിൽ 267ാമത്തെ ആളായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ അധികാരമേറ്റത്. അദ്ദേഹം ജസ്യൂട്ട് സന്യാസ സഭാംഗമായിരുന്നു. കെമിസ്ട്രി എന്ന വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയുള്ള ആളായിരുന്നു. അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. അതിസുന്ദരനായ പാപ്പ ലോകത്തെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൊണ്ട് അതിശയിപ്പിച്ചു. ധാരാളം സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പാപ്പ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംവദിക്കാൻ തയ്യാറായി. പത്രക്കാർ അദ്ദേഹത്തോട് ഏതു തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും അദ്ദേഹം ആ ചോദ്യത്തിന് വളരെ സൗമ്യമായി ഉത്തരം പറഞ്ഞിരുന്നു. ഒരു ചോദ്യം പോലും അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നില്ല. എല്ലാ ചോദ്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹം തുറന്ന മനസ്സോടെ ഉണ്ടായിരുന്നു. അതിധീരനായിരുന്നു പാപ്പ. ലോകത്തിലെ നേതാക്കന്മാരുടെ ആശയങ്ങളോട് അതെത്ര ഉയരത്തിലുള്ള നേതാവായാലും ശരി, തനിക്ക് യോജിക്കാനാവുന്നില്ലെങ്കിൽ തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു മാർദ്ദവത്വവും അദ്ദേഹം കാണിച്ചിരുന്നില്ല. ഏറ്റവും അവസാനമായി ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, ഗാസയിൽ നടക്കുന്ന മനുഷ്യ മരണങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വിമർശിക്കപ്പെടുമെന്ന് അറിയാമെങ്കിൽ പോലും അദ്ദേഹം അത്തരം പരാമർശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല. വൃദ്ധനായി പറയാതിരുന്നേക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചില്ല. കാരണം ക്രിസ്തുവിൻ്റെ വികാരിക്ക് ഇത്തരം അവസരങ്ങളിൽ നിശബ്ദനായിരിക്കാൻ കഴിയുകയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് അദ്ദേഹം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലും ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ. ഏതൊരു പാപ്പായും അങ്ങനെ തന്നെയാണ്. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ലോകം ഒരുപാട് മുൻപോട്ട് വരികയുണ്ടായി. വ്യാവസായിക വിപ്ലവങ്ങളിലൂടെ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ, ജീവിതത്തിലുണ്ടായ പുരോഗതിയിലൂടെ, ആശയങ്ങളുണ്ടായ വ്യത്യാസങ്ങളിലൂടെ ലോകം സഞ്ചരിച്ച് 2000 വർഷം സഞ്ചരിച്ച് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലെത്തി നിൽക്കുകയാണ്. പക്ഷെ ക്രിസ്തു എന്ന ആശയത്തിന് അശേഷം മങ്ങലേറ്റിട്ടില്ല. ക്രിസ്തു എന്ന ആശയത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല. മനുഷ്യൻ അന്നും ഇന്നും പഴയ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന് എന്നും ആവശ്യമുള്ളതും മനുഷ്യൻ നൽകാൻ തയ്യാറുള്ളതും സ്നേഹം തന്നെയാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ എന്നും സംസാരിച്ചു കൊണ്ടിരുന്നത്. ബെനഡിക്റ്റ് 16 പാപ്പ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് പറഞ്ഞ ഒരു ആമുഖമുണ്ട്. അതിങ്ങനെയാണ്: കൈകളിലൊന്നിൽ ദൈവത്തെയും മറ്റതിൽ മനുഷ്യരെയും വഹിച്ചുള്ള മനുഷ്യനാണ് പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വ്രതമായി അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ഏറ്റവും കുറഞ്ഞ ഉപഭോഗം എന്നുള്ളതാണ്. ഇത് ക്രിസ്തുവിൻ്റെ ഏറ്റവും മനോഹരമായ ആശയമാണ്. ലോകം മുഴുവൻ സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും, ഏതൊരു രാജകൊട്ടാരത്തിലും ജനിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും, തനിക്ക് ജനിക്കുവാനായി ഒരു പുൽക്കൂട് മാത്രം തിരഞ്ഞെടുത്ത ഏറ്റവും കുറഞ്ഞ ആ ഉപഭോഗത്തിൻ്റെ സംസ്കാരമുണ്ടല്ലോ. ഭൂമിയിലെ വസ്തുക്കളിൽ ഏറ്റവും കുറഞ്ഞത് മാത്രം കൺസ്യൂം ചെയ്യുക. നമ്മൾ ഇന്ന് ലോകത്തിൽ കൺസ്യൂമറിസത്തിൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും കൺസ്യൂമറിസമാണ്. ഒന്നിലധികം വാഹനങ്ങൾ പോലും പൊസസ് ചെയ്യുന്ന ആളുകൾ ആണ് ഇന്ന് ലോകത്തിലുള്ളത്. ഫ്രിഡ്ജ് നിറച്ചും ഭക്ഷണം, ആവശ്യത്തിൽ എത്രയോ അധികം ഭക്ഷണം, ആവശ്യത്തിൽ എത്രയോ അധികം വസ്ത്രം, ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിൽ എത്രയോ അധികം കാര്യങ്ങൾ പൊസസ് ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ പൊതു രീതി. അവിടെ ക്രിസ്തു കാണിച്ചു കൊടുക്കുന്നൊരു മാതൃകയുണ്ട്. അത് ഏറ്റവും ലീസ്റ്റ് കൺസംഷൻ, പുൽക്കൂട്ടിൽ ജനിക്കുക എന്നുള്ള കൺസംഷൻ. രാജകൊട്ടാരത്തിൽ ജനിക്കാൻ അവസരമുണ്ടെങ്കിലും ജനിക്കാനൊരു പുൽക്കൂട് മതി, ലീസ്റ്റ് കൺസംഷൻ. ആ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് പോപ്പ് ഫ്രാൻസിസ് തൻ്റെ ജീവിതം ക്രമീകരിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പോപ്പായിരുന്ന സമയത്ത് അദ്ദേഹം വറ്റിക്കാനിൻ്റെ രാജകീയമായ പ്രൗഢികളിൽ നിന്ന് ഒഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുവാനാണ് ഇഷ്ടപ്പെട്ടത്. സ്പെഷ്യൽ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനേക്കാളേറെ അദ്ദേഹത്തിൻ്റെതായ യാത്രകൾ ചെയ്യുമ്പോൾ സാധാരണ യാത്രക്കാരനെ പോലെ സാധാരണ വിമാനങ്ങളിൽ കയറുകയും പാസഞ്ചേഴ്സ് നിൽക്കുന്ന സാധാരണ ക്യൂവിൽ നിന്ന് സ്വന്തം ബാഗും തൂക്കിപ്പിടിച്ച് നിന്ന് സെക്യൂരിറ്റി ക്ലിയറൻസിൽ നിന്ന് കടന്നു പോകാനാണ് അദ്ദേഹം എന്നും ഇഷ്ടപ്പെട്ടത്.
അത്തരമൊരു പാപ്പ ലോകത്തിന് പരിചയമില്ലാത്തൊരു പാപ്പയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും ജനകീയനായ പാപ്പ, അത്ഭുതകരമായ മാതൃകയാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹം പാപ്പയായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം വലിയ ആർഭാട ജീവിതം നയിച്ച ചില മെത്രാന്മാരെ അദ്ദേഹം ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയുണ്ടായി. കത്തോലിക്ക സഭയ്ക്ക് ധാരാളം സമ്പത്തുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ആർക്കെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനല്ല എന്നുള്ളതും അറിയാം. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ആ ആർഭാടത്തിൻ്റെ പുറം കാഴ്ചകളിൽ പെട്ടുപോയ ചില മെത്രാന്മാരെ, വലിയ ആർഭാടത്തോടെ ജീവിച്ചിരുന്ന, വലിയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ കഴിഞ്ഞിരുന്ന ചില മെത്രാന്മാരെ അദ്ദേഹം ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം പത്രത്താളുകളിൽ നിറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ചരിത്രമായി പറയുന്നത്. അതിൽ അദ്ദേഹം ആദ്യം എടുത്തു പറയുന്ന കാര്യം, ജീവിക്കാൻ പഠിക്കണമെങ്കിൽ നാം എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കണമെന്നാണ്. ആ പാഠം ഏറ്റവും പ്രധാനമാണ്. കാരണം സ്നേഹം എല്ലാറ്റിനെയും കീഴടക്കുന്നു. സ്നേഹം എല്ലാറ്റിനെയും കീഴടക്കുന്നു എന്നുള്ളത് പൗലോസ്ലീഹായുടെ സെൻറ്റൻസാണ്. അപ്പം അത് അദ്ദേഹം എടുത്തു പറയുന്നു, സ്നേഹം എല്ലാറ്റിനെയും കീഴടക്കും. അദ്ദേഹം പറയുകയാണ്, കുഞ്ഞായിരിക്കുമ്പോൾ നാസികളിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്യൂണസ് ഐറസിലേക്ക് വന്ന ഒട്ടനേകം കുടിയേറ്റക്കാരുടെ കഥകൾ ഞാൻ കേട്ടിരുന്നു. പോളണ്ടിൽ നിന്നുള്ള അവരെ പോലെ ഇക്കാലത്തെ കുടിയേറ്റക്കാരും മെച്ചപ്പെട്ട സ്ഥലം തേടുന്നവരും പകരം മിക്കപ്പോഴും മരണം മാത്രം ലഭിക്കുന്നവരുമാണ്. ദുഃഖകരമാണ്. അല്പം സമാധാനം ആഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ലഭിക്കുന്നത് സ്വാഗതവും സാഹോദര്യവുമല്ല, കുറ്റപ്പെടുത്തലാണ്. നിശ്ചയമായും ക്രിസ്തുവിൻ്റെ വികാരിക്ക് ഇത്തരം ഭാഷകളിൽ സംസാരിക്കാനാവും. നേരെ മറിച്ച് ഒരു ഭരണാധികാരിയാണെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണെങ്കിൽ, ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ, ഒരു കുടുംബനാഥനാണെങ്കിൽ പോലും എപ്പോഴും അവർ കള്ളനാണയങ്ങളെയാണ് ഭയപ്പെടുക. ഇപ്പോൾ കുടിയേറ്റക്കാരുടെ ഇടയിൽ വരുന്ന ഒളിച്ചു കടന്നു വരുന്ന കള്ളനാണയങ്ങൾ തങ്ങൾക്ക് പരിക്കേൽപ്പിക്കുമോ എന്ന ഭയമാണ് എപ്പോഴും ഏതൊരു കുടുംബനാഥനും ഏതൊരു രാഷ്ട്രം നയിക്കുന്നയാൾക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഐഡിയ ക്ലാഷ് ഉണ്ടാവും. മാർപ്പാപ്പയുടെ ഇത്തരം ആശയങ്ങളോട് ലോകത്തിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ വികാരിക്ക് ഇത്തരത്തിൽ മാത്രമേ സംസാരിക്കാനാവൂ. കുടിയേറ്റക്കാരായിരുന്നു നമ്മുടെ ഒട്ടേറെ ബന്ധുക്കൾ എന്നോർക്കുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മുൻ തലമുറകളും കുടിയേറ്റക്കാരായിരുന്നിരിക്കും. എത്തപ്പെട്ട രാജ്യങ്ങളിൽ, സ്ഥലങ്ങളിൽ അവരും മോശക്കാരും അപകടകാരികളും എന്നൊക്കെ മുദ്ര കുത്തപ്പെട്ടിരുന്നു. വാസ്തവത്തിൽ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കരുപ്പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരായിരുന്നു. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ലോകത്തിലെ മനുഷ്യർ ഏതെങ്കിലുമൊക്കെ കാലത്ത് കുടിയേറ്റങ്ങൾ നടത്താത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി കരുപ്പിടിപ്പിക്കാനാണ് കുടിയേറ്റം നടത്തുന്നത്. മാർപ്പാപ്പ അതിനെ ഏറ്റവും ആത്മാർത്ഥതയോടെ മാത്രം കാണുന്നു. സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇതിനകത്തുമുണ്ട്. കള്ളനാണയങ്ങൾ ഇടയ്ക്ക് കയറി കൂടുമ്പോൾ, മതതീവ്രവാദികൾ ഇടയ്ക്ക് കയറി കൂടുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രങ്ങൾക്ക് ഇതിനോട് ഏതു തരത്തിൽ പ്രതികരിക്കണമെന്ന് അറിയാതെ പോകും. പക്ഷേ ക്രിസ്തുവിൻ്റെ വികാരിക്ക് ഈ ഭാഷ മാത്രമേ ചേരുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് സൗഹൃദങ്ങളിൽ പെടുന്ന ഒരു എസ്തേർ. അദ്ദേഹം പറയുന്നു, എസ്തേറിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. അവരൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു, നിരീശ്വരവാദി, പക്ഷെ മാന്യ. സ്വന്തമായ ബോധ്യങ്ങൾ എപ്പോഴും അവർ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആക്രമിച്ചിരുന്നില്ല. സ്വന്തമായ ബോധ്യങ്ങളുള്ളപ്പോഴും അവർ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആക്രമിച്ചില്ല. അവരെനിക്ക് ധാരാളമായി രാഷ്ട്രീയം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതുൾപ്പെടെ ചില പ്രസിദ്ധീകരണങ്ങളും തന്നു. എങ്കിലും ഞാനൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സ്വീകരിച്ചില്ല. ഈ വായനകളൊക്കെയും ഭൗതിക തലത്തിൽ മാത്രമായിരുന്നു. എസ്തേർ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയാനുള്ളൊരു മാർഗമെന്ന നിലയ്ക്കും ഞാനിതിനെ ഉപയോഗിച്ചു. ഞാൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ചിലർ പറഞ്ഞു, ഞാൻ എപ്പോഴും നിർധനരെക്കുറിച്ച് പറയുന്നത് കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റോ ആയതിനാലാണ് എന്ന്. നിർധനനെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഒരാൾ കമ്മ്യൂണിസ്റ്റാണ് എന്ന് അർത്ഥമില്ല. ദാരിദ്ര്യത്തിന് പ്രത്യയശാസ്ത്രമില്ല. നിർധനർ സുവിശേഷത്തിൻ്റെ കൊടിയടയാളമാണ്. അവർ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുള്ളവരാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഫിലോസഫി 20-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക സഭയിലെ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സംഗതിയാണ്. അതായത് കത്തോലിക്ക സഭ സമ്പന്നരുടെ പക്ഷത്തേക്ക് ചായുന്നു എന്ന ഒരു ചിന്ത ഒരുപാട് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ചും പുരോഹിതരുടെ ഇടയിൽ വരികയും അവർ കത്തോലിക്കർ പാപങ്ങളുടെ പക്ഷം ചേരണം എന്ന് പറയുകയും ചെയ്തുകൊണ്ട് പൊന്തിച്ചു കൊണ്ടുവന്ന ഒരു ദൈവശാസ്ത്ര രീതിയാണ് വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ മാർക്സിസം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
മാർക്സിസം എന്നുള്ളത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട പ്രത്യയശാസ്ത്രവും അത് പിന്നീട് ഹൈജാക്ക് ചെയ്യപ്പെട്ടതുമാണ്. ഈ വിമോചന ദൈവശാസ്ത്രത്തെ കമ്മ്യൂണിസ്റ്റുകൾ വല്ലാതെ ചൂഷണം ചെയ്യുകയും കത്തോലിക്ക സഭയിൽ നുഴഞ്ഞു കയറാനുള്ള അവസരമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വക്താക്കളിൽ ഒരാളെന്ന നിലയിൽ മാർപ്പാപ്പയെ സംശയത്തോടെ വീക്ഷിച്ചവരുണ്ട്. ഇവിടെ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഹൃദയം കൃത്യമായി പറഞ്ഞു തരികയാണ്, കമ്മ്യൂണിസം ഒരു കാലത്തും തൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടേയില്ല, ദരിദ്രർ മാത്രമേ തൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ദരിദ്രരെ തിരിച്ചറിയാനാവാത്തവർ ക്രിസ്തുവിൻ്റെ പിൻഗാമികളല്ല. പിന്നെ ക്രിസ്തുവിൻ്റെ വികാരിക്ക് എന്ത് ചെയ്യാനാവും? നിർധനരിൽ ദൈവത്തെ തേടി നമ്മുടെ ജീവിതത്തിന് അല്പമെങ്കിലും അർത്ഥം നൽകാം. അവരുടെ കൈകളിൽ സ്പർശിച്ച് കണ്ണുകളിൽ നോക്കി. ഇപ്പോൾ അർജന്റീനയിലെ തെരുവുകളിൽ നിന്നകന്ന് പാപ്പയായിരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കൊപ്പം ഇത് മാത്രമാണ് ദൈവ സാന്നിധ്യത്തിനുള്ള ഏക മാർഗമെന്ന് എനിക്കറിയാം. നിർധനർക്കൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മതി, അവരെ ഒന്ന് കണ്ടുമുട്ടിയാൽ മതി, ഒരു നോട്ടം മതി, മുന്നോട്ട് പോകാനുള്ള കരുത്ത് എനിക്ക് വീണ്ടും കിട്ടും. ഈ മാർപ്പാപ്പയാണ് ലോകത്തോട് ചോദിച്ചത്, നിങ്ങൾ മനുഷ്യർക്ക് ദാനം നൽകാറുണ്ട്? ഉണ്ട് അല്ലേ? ദാനം നൽകിയിട്ട് നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് ഒരിക്കലെങ്കിലും നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അവരുടെ കൈകളിൽ സ്പർശിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ഒരു യാചകനെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ പിൻഗാമിയാണോ? ഈ മാർപ്പാപ്പയാണ് ലോകത്തോട് ഇത് ചോദിച്ചിട്ടുള്ളത്. ദാനം നൽകുന്നവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയത് നൽകണം എന്നാണ് അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഉറച്ച ബോധ്യമായി. ആ ബോധ്യത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും കോൺട്രവേഴ്സ്യലായി പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. സ്ത്രീകളുടെ കാലുകഴുകി അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു പുരോഹിതൻ പെസഹ വ്യാഴാഴ്ച കാലുകഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകളെ കാലുകഴുകുവാനായി അദ്ദേഹം സെലക്ട് ചെയ്തു. ഓരോ പ്രാവശ്യവും തടവുകാരുടെ കാലുകഴുകുക, സ്ത്രീകളുടെ കാലുകഴുകുക, രോഗികളുടെ കാലുകഴുകുക, ഈ രീതിയിലായിരുന്നു ഓരോ വർഷങ്ങളിലും അദ്ദേഹം പെസഹ വ്യാഴാഴ്ച ശുശ്രൂഷകൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല. സ്ത്രീകളുടെ കാൽച്ചുവട്ടിലിരുന്ന് അവരുടെ കാലുകൾ കഴുകി ചുംബിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീ പൗരോഹിത്യ കത്തോലിക്ക സഭയിലുള്ള സ്ത്രീ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം ഒരിക്കലും കലഹിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് സ്ത്രീ പൗരോഹിത്യം എന്നത് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ അജണ്ടയിൽ ഇല്ല എന്നാണ്, ഇപ്പോഴില്ല എന്നാണ്. സ്ത്രീ പൗരോഹിത്യം എന്നത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നോ അല്ലെങ്കിൽ അത് തിന്മയാണെന്നോ അങ്ങനെ ഒരു കാര്യം ഇല്ലെന്നോ ഒന്നും പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത് കത്തോലിക്ക സഭയുടെ അജണ്ടയിൽ ഇല്ല എന്നാണ്. യുദ്ധങ്ങളോട് ഒരു കോംപ്രമൈസും അദ്ദേഹം കാണിച്ചിട്ടില്ല. അഭയാർത്ഥികളെ തള്ളിക്കളയരുതെന്ന് അദ്ദേഹം യൂറോപ്പിനോട് അഭ്യർത്ഥിച്ചു. അത് അറബികളാണെങ്കിൽ പോലും. പാലസ്തീനികൾ, പാലസ്തീനിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളായിക്കൊള്ളട്ടെ, സിറിയയിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളായിക്കൊള്ളട്ടെ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളായിക്കൊള്ളട്ടെ, അവിടെ തള്ളിക്കളയരുത് എന്നുള്ളതായിരുന്നു മാർപ്പാപ്പയുടെ പക്ഷം. വാസ്തവത്തിൽ അഭയാർത്ഥികളെ സംബന്ധിച്ച് വലിയ ഡിസ്പ്യൂട്ട് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം അഭയാർത്ഥികളുടെ മറവിൽ മതം കയറ്റുമതി ചെയ്യാൻ തീവ്രവാദ മതം വളരെ നിഷ്കർഷയോടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ പിന്നിൽ എങ്ങനെ അഭയാർത്ഥികളെ സ്വീകരിക്കും എന്നുള്ളത് ഓരോ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അഭയാർത്ഥികളെ സ്വീകരിച്ച രാജ്യങ്ങളുടെ ഒക്കെ പാമ്പിന് പാല് കൊടുത്തവൻ്റെ കൈക്ക് കടിച്ച അനുഭവങ്ങൾ ധാരാളമായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ക്രിസ്തുവിൻ്റെ വികാരി പറയുന്നത് കൈ നീട്ടുന്നവനെ ഒരിക്കലും തള്ളിക്കളയരുത് എന്നാണ്. ആ കയ്യിൽ പിടിക്കാനുള്ള ബാധ്യത ക്രിസ്തുവിൻ്റെ ശിഷ്യന് എന്നും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കൈ ഏതാണെന്ന് നോക്കരുത്, നിങ്ങൾ ആ കയ്യിൽ പിടിച്ചേ പറ്റൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. സ്വർഗ അനുരാഗി ആയതിൻ്റെ പേരിൽ ഒരാളെ അനുഗ്രഹിക്കാതിരിക്കരുത് എന്ന് മാർപ്പാപ്പ ശഠിച്ചിട്ടുണ്ട്. ഇത് ഈ യാഥാസ്ഥിതിക പക്ഷത്തിൻ്റെ വലിയ എതിർപ്പ് വാങ്ങിവെച്ച ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അനുഗ്രഹിക്കുക എന്നുള്ളതാണ് പുരോഹിതൻ്റെ ജോലി. അപ്പം ഒരു മനുഷ്യൻ അനുഗ്രഹം തേടി വന്നാൽ ആ മനുഷ്യൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ല അയാളെ അനുഗ്രഹിക്കേണ്ടത്. അനുഗ്രഹിക്കുക എന്നുള്ളത് പുരോഹിതൻ്റെ ജോലിയാണ്. അപ്പോൾ ഇത് ഇയാൾ സ്വർഗാനുരാഗിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ട ആളാണോ എന്ന് നോക്കിയിട്ടല്ല അദ്ദേഹം ഒരു പുരോഹിതൻ ഒരാളെ അനുഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അനുഗ്രഹം തേടി വരുന്നവരെ അവർ സ്വർഗ അനുരാഗിയാണോ എന്ന് അന്വേഷിച്ചിട്ടല്ല നിങ്ങൾ അനുഗ്രഹിക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ മാറ്റി നിർത്താൻ പാടില്ല. അനുഗ്രഹം ചോദിച്ചു വരുന്നവരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് പുരോഹിതൻ്റെ ജോലി. ഇത് അദ്ദേഹം ഒരു നിർബന്ധമായ പാഠമായി പുരോഹിതരോട് പറഞ്ഞ സംഗതിയാണ്.
ഇതിനകത്ത് കലഹിക്കാനൊന്നും വാസ്തവത്തിൽ ഒരു കാര്യമില്ല. അത് പിന്നെ ഇത്തരം കാര്യങ്ങളോട് വല്ലാതെ എതിർപ്പുള്ള മനുഷ്യരെ സംബന്ധിച്ച്, മനുഷ്യർക്ക് വിവിധ അഭിപ്രായങ്ങളുണ്ടാകും. 300 കോടി മനുഷ്യരുള്ള ഒരു സമൂഹമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. എല്ലാവരും വളരെ മിടുക്കന്മാരും വലിയ വിദ്യാസമ്പന്നരുമായിട്ടുള്ള ആളുകളാണ്. നിശ്ചയമായും ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ പാപ്പ പറയുന്നത് ക്രിസ്തുവിൻ്റെ വികാരി എന്ന സ്ഥാനത്തിരുന്നുകൊണ്ടാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ് പാപ്പ സംസാരിക്കുന്നത്. ഗാസയിലെ യുദ്ധത്തിലുള്ള ജീവനാശത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുമൊക്കെ ഡിസ്പ്യൂട്ടിനുള്ള സ്കോപ്പുകളുണ്ട്. ട്രംപിൻ്റെ കുടിയേറ്റ നയത്തോട് അദ്ദേഹം അവസാനമായി വിയോജിക്കുകയുണ്ടായി. ട്രംപിനെ സംബന്ധിച്ചും അത് ട്രംപിൻ്റെ നാട്ടിൽ ആര് വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എൻ്റേതല്ലേ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൻ്റെ പ്ലസ് മൈനസ് എന്നുള്ളത് ഞാനല്ല നിശ്ചയിക്കേണ്ടത് എന്നുള്ള ട്രംപിൻ്റെ ചോദ്യമാണ് മാർപ്പാപ്പ അപ്പോഴും ക്രിസ്തുവിൻ്റെ വികാരിയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലും അധികാരത്തിൻ്റെ യുഗത്തിലും സമ്പത്തിൻ്റെ യുഗത്തിലും ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ഒരു ലോഭവും കാണിച്ചില്ല എന്നുള്ളതാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ യുഗത്തിലും ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കാൻ, ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസിനെ ഉയർത്തിപ്പിടിക്കാൻ, ദരിദ്രനോട് പക്ഷം ചേരാൻ, സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വികാരമെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുവാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. എന്നും ധീരതയോടെ ലോകത്തോട് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചിരുന്നു. നമുക്ക് പാപ്പയുടെ മുൻപിൽ പ്രണാമങ്ങൾ